ഓണി അച്ഛാ തുടങ്ങാം. പലപ്പോഴും സംസാരം തന്നെ മൗനം അല്ലേ? എന്താ വെച്ചാ പറയുന്നത് കേൾക്കുന്നില്ല. ചില ചാനലിലൊക്കെ ശബ്ദം കട്ടായി പോകുന്നവരിക്കുന്നല്ലേ? എന്തായിരുന്നു അച്ഛൻ പറഞ്ഞത്? അതായത് ഈ ഭാഷ ഇല്ലെങ്കിൽ പിന്നെ മനസ്സിലാകുന്നതേ ഇല്ല. ഇപ്പം എൻ്റെ ഭാഷ മനസ്സിലാകാത്തപ്പം, എൻ്റെ ഭാഷ ഗ്രഹിക്കാൻ പറ്റാത്തപ്പം ബോണിയുടെ മനസ്സിൽ ഞാൻ ആകുന്നേ ഇല്ല. ഭാഷ മനസ്സിലാക്കാൻ പറ്റുക, ഭാഷ പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ ഒരേ താളവും ഒരേ ഭാവവും എനിക്കത് പ്രാർത്ഥന ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ശരിക്കും ഒരു രാത്രി സമയത്താണല്ലോ പളുങ്കുകടലിലേക്ക് കുടുംബങ്ങളെല്ലാം വരുന്നത്. കുടുംബ പ്രാർത്ഥന വീട്ടിലെ കുർബാനയാണ് എന്ന് ഒരു കുടുംബം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, കുടുംബ പ്രാർത്ഥന പ്രപഞ്ചത്തിൻ്റെ ആ കുടുംബ ഭൂമിയുടെ അച്യുതണ്ടാണ്. അങ്ങനൊരു പാട്ട് ഞാൻ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിൻ്റെ വീടു പോലെ. ഒരു ഭാവനയില്ല, ഒന്നുമില്ല കേട്ടോ. സോ സിമ്പിൾ ആസ് എനിത്തിങ്. ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിൻ്റെ വീടു പോലെ, ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടം ആകണേ എൻ്റെ വീട്. ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിന്റെ വീടു പോലെ, ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിന്റെ വീടു പോലെ, ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായി മാറേണമേ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായി മാറേണമേ.
കർത്താവേ കലഹങ്ങൾ ഉണ്ടാവരുതേ, അവ ഉണ്ടായാൽ കൂടുതൽ വഷളാവരുതേ. കർത്താവേ കലഹങ്ങൾ ഉണ്ടാവരുതേ, അവ ഉണ്ടായാൽ കൂടുതൽ വഷളാവരുതേ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകർന്ന് സമാധാനം ഞങ്ങളിൽ വാഴേണമേ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകർന്ന് സമാധാനം ഞങ്ങളിൽ വാഴേണമേ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായിതു മാറേണമേ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായിതു മാറേണമേ. ഈശോ മറിയം യൗസേപ്പേ, ഈ വീടിനു തുണയാവണേ. ഈശോ മറിയം യൗസേപ്പേ, ഈ വീടിനു തുണയാവണേ. വരുമാനമാർഗങ്ങൾ എല്ലാം ഇന്ന് കർത്താവേ തൃക്കൈയിൽ അർപ്പിക്കുന്നു. വരുമാനമാർഗങ്ങൾ എല്ലാം ഇന്ന് കർത്താവേ തൃക്കൈയിൽ അർപ്പിക്കുന്നു. മലമേലെ പണിതൊരു പട്ടണം പോലെ ഈ വീടു ശോഭിക്കാനിടയാവണേ. മലമേലെ പണിതൊരു പട്ടണം പോലെ ഈ വീടു ശോഭിക്കാനിടയാവണേ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായിതു മാറേണമേ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായിതു മാറേണമേ. ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിന്റെ വീടുപോലെ. ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിന്റെ വീടുപോലെ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായിതു മാറേണമേ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായിതു മാറേണമേ. എല്ലാ വീട്ടിലും ഉണ്ടാകേണ്ടതാണത്, ശാന്തതയും സ്വസ്ഥതയും. പിന്നെ അച്ഛൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുടുംബ പ്രാർത്ഥന വീട്ടിലെ കുർബാനയാണ്. ശരിക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാതെ എങ്ങനെ നമുക്ക് ഒന്നിച്ച് ആഹരിക്കുന്നതുകൊണ്ടൊക്കെ എന്തർത്ഥം? പക്ഷെ ഒന്നിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്വാഭാവികം ഇത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണല്ലോ സ്വർഗം ഇരിക്കുന്നത്. ഇത് വലിയ ഇപ്പം വിവാഹ വാർഷികത്തിൻ്റെ വലിയ സാരി കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഒരു വലിയ സമ്മാനം എത്രയോ വലുതാണ് അന്നന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ഞാൻ നിന്നെ വിഷമിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന മനസ്സ്. അപ്പോൾ മനസ്സിലാകും, പരസ്പരം മനസ്സിലാക്കും. അപ്പോൾ ഭാഷ ഒന്നാവും. അപ്പോൾ കാരണം ഭാഷ ഓൾറെഡി
പ്രാർത്ഥനയുടെ ഭാഷയുണ്ടല്ലോ. എൻ്റെ ചങ്കിലും നിൻ്റെ നെഞ്ചിലും നിൻ്റെ വായിലും എൻ്റെ മനസ്സിലും നിൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും പ്രാർത്ഥനയുടെ ഒറ്റ ഏക താളമുണ്ട്. അപ്പോൾ അതിനപ്പം ഒരു ഉത്തോലകം പോലെ പ്രാർത്ഥന ഒരു ഉത്തോലകം പോലെ രണ്ടുപേരും ഉയരുകയും ഒരാൾ ഉയരുമ്പം ഒരാളുടെ പ്രാർത്ഥന താങ്ങും, ഒരാളുടെ ഭാരം താങ്ങും. ഉത്തോലകത്തിൽ അങ്ങനല്ലേ, ഒരാൾ പ്രാർത്ഥനയിൽ ഉയരുമ്പം മറ്റേയാളുടെ താഴ്ചയെ സപ്പോർട്ടാണ്. ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിൻ്റെ വീട് പോലെ ശാന്തതയുടെയും സ്വസ്ഥതയുടെയും. ശരിക്കും സമാധാനം ഉണ്ടാകാൻ പാടില്ലാത്ത വീടായിരുന്നു നസ്രത്ത്. പക്ഷെ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. പണ്ടേ അരമനക്കോടതി ചെല്ലേണ്ട വീടല്ലായിരുന്നു. അവിടെ ശാന്തതയും സ്വസ്ഥതയും ഉണ്ടായത് പ്രശ്നങ്ങളില്ലാതിരുന്നിട്ടല്ല, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇടിച്ചുകുത്തി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും, വന്നുകൊണ്ടിരിക്കും, ഒന്നിന് പുറകെ ഒന്ന് വരും, വരാതിരിക്കാൻ പറ്റത്തില്ല, ജീവിതമല്ലേ. അപ്പോൾ ഈ ശാന്തതയും സ്വസ്ഥതയുടെയും രഹസ്യം ദൈവാശ്രയമാണ് അല്ലേ? ദൈവാശ്രയത്തിൻ്റെ ചൂളയിൽ കൊണ്ട് അന്നന്ന് പ്രശ്നം കത്തിച്ച് കളയണം. അതാണ് പ്രാർത്ഥന. അതിൻ്റെ സ്റ്റാൻസ് എങ്ങനെയാണ്? കർത്താവേ, കലഹങ്ങൾ ഉണ്ടാവരുതേ, കർത്താവേ, കലഹങ്ങൾ ഉണ്ടാവരുതേ, അവ ഉണ്ടായാൽ കൂടുതൽ വഷളാവരുതേ. ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. ഏതാണ്ട് ഉണ്ടാവും, എന്തെങ്കിലും പറഞ്ഞുണ്ടാവും. അത് സുന്ദരമായ വരികളാട്ടോ. എനിക്ക് ഈ വഷളാവലെന്നൊക്കെ എഴുതിയപ്പോൾ എന്നെങ്കിൽ ചിന്ത വന്നു. പിന്നെ ഞാനത് സത്യത്തിൽ സംഭവിക്കുന്നത്, കർത്താവ് ഇറ്റ് ഈസ് പ്രിഫറബിൾ ഉണ്ടാവരുതെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ഉണ്ടാകാൻ എന്നാ പറയാനട്ടാ, നമ്മൾ സുവിശേഷം പ്രസംഗിച്ചിട്ട് വരുമ്പോൾ തന്നെയായിരിക്കും നമ്മുടെ വീട്ടിൽ ശാന്തതയെക്കുറിച്ചൊക്കെ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, എന്തു സഹനങ്ങളിൽ എന്ത് വേദനകളിലും നമ്മളോട് ഈ തീക്കൊള്ളിയുമായിട്ട് വരുമ്പോൾ നമ്മൾ മഞ്ഞുകട്ടയുമായി നേരിടണമെന്നൊക്കെ ബോണി പ്രസംഗിച്ചിട്ട് വരുമ്പോഴായിരിക്കും കുത്തി എന്തെങ്കിലും പറയാനുള്ള സംഭവം ഉണ്ടായിരിക്കും, ഉണ്ടാവും. നമുക്ക് ആ പ്രതിജ്ഞ നല്ല ഓർമ്മയുണ്ട്, ഒക്കെ നമുക്ക് ബോധ്യമുണ്ടെങ്കിലും ഒന്ന് ക്ഷമിച്ച് പറഞ്ഞു വേണ്ടിയില്ല. പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെട്ടില്ല കേട്ടോ, ദൈവത്തിന് സ്തുതി. അപ്പോഴാണ് കുഞ്ഞെന്തേലും പറഞ്ഞ് നമ്മൾ ഭാര്യയോട് ക്ഷമിച്ചു, കുഞ്ഞിനോട് ക്ഷമിച്ചു. അപ്പോഴാണ് ഒരു ഫോൺ വരുന്ന, ഒരു കൊസ്രാക്കൊള്ളി ഒപ്പിച്ചുകൊണ്ട്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ അവിടെ തീർക്കും. കർത്താവേ, കലഹങ്ങളുണ്ടാവരുതേ, അവ ഉണ്ടായാൽ കൂടുതൽ വഷളാവരുതേ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകർന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം എഴുതിയത്, ഞാൻ നാട്ടിൽ പണ്ട് പാടിയതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഇതായിരുന്നു എഴുതിയത്. പിന്നെ അത് പാട്ടാക്കിയപ്പോൾ ഒരു വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അത് വ്യാഖ്യാനിക്കാൻ ദിവസങ്ങളെടുക്കും, വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേദന എന്നെ വേദനിപ്പിച്ചു, ചിലപ്പോൾ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിനങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞും ഒരു സാധാരണ ഒരു എച്ചുകെട്ടില്ലാത്ത, എനിക്ക് പഴവ് പറ്റിപ്പോയി, നിനക്കും പറ്റി, പക്ഷേ നമ്മളെ ദൈവം പൂർണ്ണരാക്കും. രണ്ട് നെഗറ്റീവ്സ് ചേരുമ്പോഴാണല്ലോ പോസിറ്റീവ് ആകുന്നത്. എൻ്റെ കുറവും നിൻ്റെ കുറവും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ കുറവാണ്, രണ്ടും കൂടെ ചേരുമ്പം ഇറ്റ് ബിക്കംസ് ഹൈലി പോസിറ്റീവ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകർന്ന് സമാധാനം ഞങ്ങളിൽ വാഴേണമേ, ദയാപരനായ കർത്താവ്. നിൻ്റെ ദയാണ് കേട്ടോ ഈ സമാധാനം. നസ്രത്തിലെ നിൻ്റെ വീട് പോലെ, നസ്രത്തിലെ നിൻ്റെ വീട് പോലെ ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടം ആകണേ എൻ്റെ വീട്. യോസേപ്പിതാവ് ശരിക്കും എന്ത് ചെയ്യും ദൈവമേ, എന്ത് ചെയ്യും എന്നൊരു ഉത്തരം ചോദിച്ചുകൊണ്ടല്ലേ, അല്ലാതെ തന്നെ ദൈവം അങ്ങോട്ട് ഇങ്ങനെ ഈ നൂലെ കെട്ടി സ്വപ്നം ഇട്ട് കൊടുത്തതാണോ? ഈ പ്രശ്നം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണേ ഹോവേ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ തള്ളണോ കൊള്ളണോ, ഞാൻ എന്ത് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പുറത്തു പോയി പറഞ്ഞ് ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലും, പക്ഷേ ഇവിടെ ഞാൻ സ്വീകരിച്ചാൽ ഈ എൻ്റേതല്ലാത്ത പ്രജയെ ഞാൻ അങ്ങനെ ഉൾക്കൊള്ളും.
അപ്പം ദൈവമേ തിരുമുഖത്തുനിന്നൊരു ഉത്തരം കിട്ടണം, എന്നെ നീ നടത്തണം, ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി എന്നിങ്ങനെ ചിന്തിച്ചത് കൊണ്ടല്ലേ, ചിന്തയല്ലേ വളർന്ന സ്വപ്നമായത്. അപ്പോൾ ഇന്ന് വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു പോണി. അതായത് എവി പറയുന്നു, അച്ഛാ 4 എപ്പിസോഡ് നിർത്താതെ എടുക്കണം. ഞാനിങ്ങനെ കാണാം 4 എപ്പിസോഡ് നിർത്താതെ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ നല്ല സുഖമായിട്ട് സ്വപ്നം കണ്ട. പക്ഷേ ഞാൻ ശരിക്കും കൃത്യമാണെന്ന് ഓർത്തെ. കാരണം എൻ്റെ ചിന്ത മുഴുവൻ, നമ്മുടെ ചിന്ത മുഴുവൻ പളുങ്കേടലിലായിരുന്നു. അപ്പോൾ ആ ചിന്ത വന്നുകൊണ്ട് സ്വപ്നം അതിനെക്കുറിച്ചായെന്നാണ് പറഞ്ഞേ. അപ്പോൾ യൗസേപ്പ് പിതാവ് നിരന്തരം, ദൈവമേ ഞാനെന്ത് ചെയ്യണം, അല്ലൊരു കലഹം വരുമല്ലോ, ഞങ്ങളുടെ കുടുംബം 2 ആകുമല്ലോ, വിവാഹമോചനമാണല്ലോ ഞങ്ങളുടെ വഴി, വിവാഹമോചനമേ ഉള്ളൂ വഴി എന്ന് സ്വയം തീരുമാനിക്കാതെ ഞാൻ എന്ത് ചെയ്യണം ദൈവമേ. ഇതൊരു കീറാമുട്ടിയാണ്. കർത്താവേ കലഹങ്ങളുണ്ടാവരുതേ, അവ ഉണ്ടായാൽ കൂടുതൽ വഷളാവരുതേ. ശരിക്കും കലഹങ്ങൾ ഉണ്ടാകുന്നതാണോ നമ്മുടെ പ്രശ്നം? അല്ല, അത് വഷളായി അങ്ങ് പോകും. ചുമ്മാ തുടങ്ങിയതാന്നേ. ഇന്നലെ പപ്പടം വറുത്തപ്പോൾ പൊള്ളിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിനെ തന്നെയും പിന്നെയും പറഞ്ഞു ഭർത്താവ് പറഞ്ഞു പപ്പടം പൊള്ളിയില്ല, കണക്കായിപ്പോയി. നിങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന സാരി കുറച്ച് ഗുണമാണല്ലോ, സാരിക്ക് എന്നാടി കുഴപ്പമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി സാരിയെ പറഞ്ഞോണ്ട് ഞാൻ നിന്നെ വലിച്ച് കയറുമെന്നായി. അപ്പം പുള്ളിക്ക് നൊന്ത്, എടീ ഞാൻ നിനക്കറിയത്തില്ല, അന്ന് ബോണസ് കിട്ടിയത് ഞാൻ വഴക്കുണ്ടാക്കി മേടിച്ച് കിട്ടി ബോണസും കൊണ്ടാണ് നിനക്ക് സാരി മേടിച്ചതെന്ന്, എനിക്കൊരു ഡബിൾ കൊണ്ട് പോലും ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ സാരിയെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൊണ്ടല്ലേ എന്നും പറഞ്ഞ് അവളായി. അപ്പോൾ അവൾ വിളിച്ച് പറയും, നീ കൂടുതൽ വർത്തമാനം പറയണ്ട, കഴിഞ്ഞ തവണ ഞാൻ പനിയായിട്ട് കിടന്നപ്പം അടി നിൻ്റെ കാലെ പിടിച്ചോടി എനിക്കൊരിച്ചിരി വെള്ളം തിളപ്പിച്ച് തരാൻ നിനക്കപ്പം കുടുംബ കൂട്ടായ്മ, നീ എന്നിട്ട് വേണമല്ലോ ഇടവക ഉദ്ധരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് അറിയാം, നിനക്ക് പള്ളിയിൽ പോക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പിള്ളേരാരുടെ പക്ഷം ചേരും. വഷളായി പോകുന്നതാണ്. നമ്മൾ സെൽഫ് ക്രിയേറ്റഡ് ആണ്. പ്രോബ്ലംസ് എല്ലാം, പ്രശ്നങ്ങളെല്ലാം സെൽഫ് ക്രിയേറ്റഡ് ആണ്. കർത്താവേ കലഹങ്ങളുണ്ടാവരുതേ. വചനത്തിൻ്റെ ഈ വചനമിട്ട് ഈ ചൂട് പ്രശ്നം ആറ്റി തണുപ്പിക്കണം. അത് എളുപ്പമല്ല. വചനം നന്നായിട്ട് ശീലിച്ച ഒരാൾക്ക് ഈ വചനം പറഞ്ഞ് അതിനെ ആറ്റി തണുപ്പിക്കാൻ പറ്റും. വചനം ഒരു വിശറിയ. വചനം എടുത്ത് വീശുമ്പോൾ നമ്മുടെ സംഘർഷമൊക്കെ മെല്ലെ ആറി വരും. അച്ഛ, ഞാൻ ശ്രദ്ധിക്കായിരുന്നു അച്ഛൻ്റെ പാട്ടുകളിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ഒരു തവണ പളുങ്കേടലിൽ ഈശോ മറിയം യൗസേപ്പേ തുണയാ, ഇപ്പോൾ ഇതും വീടുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് അച്ഛനിങ്ങനെ കൂടുതൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല പ്രാർത്ഥനകൾ അച്ഛനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പാട്ടിലൂടെ. പ്രധാനപ്പെട്ടൊരു കാര്യം, എൻ്റെ ഓർമ്മയിലെ മാതാപിതാക്കളിൽ ഒരു ദൈവകൃപയുടെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായി. അത് അവർ പള്ളിയിൽ പോകാൻ കാണിച്ച തീഷ്ണത, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അന്നൊരു പ്രത്യേക സന്തോഷം, അന്നൊരു പ്രത്യേകമായ ഒരു നീണ്ട കുളി, ഒരു ചൂടെ നല്ല വസ്ത്രം, അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടിരുന്നു. പിന്നെ അതിൻ്റെ അടിത്തറ, വീട്ടിൽ ഞങ്ങൾ തമ്മിൽ വലിയൊരു ആഴപ്പെട്ട ബന്ധമെന്ന് പറയാൻ ഇപ്പോഴും ഞങ്ങൾ 12 മക്കൾ തമ്മിലില്ല. ഞങ്ങളെല്ലാം 11 പേരും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ എന്നാൽ ഒരു ഈ 11 പേർക്കിടയിൽ ഒരു കലഹത്തിൻ്റെ അവസ്ഥയില്ല. സ്നേഹം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. ചില സമയത്ത് കൂടുതലുണ്ട്. എല്ലാവരോടും ബന്ധപ്പെടണമെങ്കിൽ BSNL-ലും എയർടെല്ലും ഐഡിയ എല്ലാം കൂടെ വേണം. 12 പേരും മക്കളെ എല്ലാം കൂടെ ഇഷ്ടംപോലെ പേരല്ലേ. അപ്പോൾ ഇച്ചിരി പാടാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് കൊണ്ടൊരു ബന്ധക്കുറവ് ഒഴിച്ചാൽ ഒരു ഉൾബന്ധമുണ്ട്. എല്ലാവർക്കും ഒരേ സോഴ്സിലേക്ക് വരും. ഓർമ്മകളെല്ലാം കൺവേർ ചെയ്യും അപ്പനിലേക്കും അമ്മയിലേക്കും. അപ്പോൾ അത് തന്നെ ഒരു അച്ചുതണ്ടിൽ ഒരു അടിസ്ഥാനമുണ്ട്. അതാണ്. പിന്നെ ഒന്ന് ഫാമിലി തിയോളജി പഠിച്ചു. ഫാമിലി തിയോളജിയുടെ ലൈസൻസ് ഷീറ്റ് പഠിക്കാൻ പറ്റി. കുറച്ച് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് അത് ജോൺ ബോൾ എനിക്ക് ഭയങ്കര ജോൺ ബോൾ എന്ന് വെച്ചാൽ ഞാൻ ചാകും. എനിക്ക് അത്ര ഇഷ്ടമാണ് മാർപ്പാപ്പയെ. അപ്പോൾ ജോൺ ബോളിൻ്റെ തിയറിയും തിയോളജിയും ഫിലോസഫിയും ഹ്യൂമനിസവും ഒക്കെ ഇങ്ങനെ പഠിക്കുമ്പം കുടുംബത്തിൻ്റെ ആ ഭംഗി എല്ലാം അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് കൂടുതൽ എഴുതിയത്. അതിൻ്റെ ആ പാട്ടിൻ്റെ ചരണം എങ്ങനെയാണ് വെച്ചാൽ, വരുമാനമാർഗങ്ങൾ എല്ലാം ഇന്ന് കർത്താവേ തൃക്കൈയിൽ അർപ്പിക്കുന്നു,
വരുമാന മാർഗങ്ങളെല്ലാം ഇന്ന് കർത്താവേ തൃക്കൈയിൽ അർപ്പിക്കുന്നു. മലമേലെ പണിതൊരു പട്ടണം പോലെ ഈ വീട് ശോഭിക്കാൻ ഇടയാവണേ. മലമേലെ പണിതൊരു പട്ടണം പോലെ ഈ വീട് ശോഭിക്കാൻ ഇടയാവണേ. ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഓട്ടമല്ലേ പോണി, എല്ലാവരും ഓട്ടമല്ലേ, ഒത്തിരി സമ്പാദിക്കാൻ. അപ്പം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നവരാരുണ്ട്? എത്ര പേരുണ്ട്? സമ്പാദ്യത്തിലാണ് ആശ്രയം. യാ, ഡെപ്പോസിറ്റുകളുടെ അളവനുസരിച്ചാണ് ഭാവി എന്ന് വെറുതെ ഇങ്ങനെ കരുതി പോകും. ശുശ്രൂഷകൾ എല്ലാം നമ്മൾ ശുശ്രൂഷകൾ പോലെ നമ്മൾ വില വയ്ക്കുന്നു. ഇപ്പം ഞാൻ ഓർക്കാറുണ്ട്, പലപ്പോഴും എന്നെ വിളിച്ച ചില ശുശ്രൂഷകളിൽ നമുക്ക് ഭാരപ്പെട്ട ടീയ തന്നിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും അവരെ തിരിച്ച് പറഞ്ഞ് ഭാരപ്പെടുത്തിയിട്ടില്ല. ചില സമയത്ത് സമൃദ്ധിയിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് നോക്കി ഒരു ശുശ്രൂഷ, ഇപ്പം ചിലപ്പം നമുക്ക് ചിലയിടത്ത് ചെല്ലുമ്പോഴേ അറിയാം, ഇവിടെ നിന്ന് ശുശ്രൂഷയ്ക്കൊരു ധർമ്മം കിട്ടിയിട്ട് ശുശ്രൂഷ ചെയ്യത്തില്ല. അതുപോലെ ചില സ്ഥലത്ത് ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഒരിക്കലും അവിടെ നിൽക്കത്തില്ല. അതായത് ആങ്ങി തൂങ്ങി എന്നെ അവിടെ വെച്ചാൽ വിശേഷം അവിടെ നിൽക്കത്തില്ല. കാരണം ശുശ്രൂഷയുടെ ധർമ്മത്തിന് വേണ്ടി അവിടെ നിൽക്കാറില്ല. പലയിടത്തൊന്നും കിട്ടാതെ ശുശ്രൂഷയ്ക്ക് ഒരു ധർമ്മം, വണ്ടി കൂലിയോ വണ്ടി ഓടിച്ച മകനുള്ള ഒരു ധർമ്മമോ കിട്ടാതിരുന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടില്ല. വലിയ ചില ദേവാലയങ്ങളിൽ നിന്നൊക്കെ കിട്ടാതെ പോയിട്ട് ഞാൻ പറഞ്ഞത്, നമുക്കപ്പോൾ ഭാരം തോന്നും കേട്ടോ, നമുക്ക് വണ്ടി ഇത്രയും കിലോമീറ്റർ ഓടി എത്തേണ്ടതല്ലേ. പക്ഷെ അതിനെ പ്രതി ശുശ്രൂഷ ചെയ്തിട്ടില്ല. അതൊരു സന്തോഷമാണ്. വരുമാന മാർഗങ്ങൾ കർത്താവിൽ നിന്ന് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതാണല്ലോ പലപ്പോഴായിട്ട്. അത് കർത്താവ് തരുന്നതാണ്. കർത്താവ് തരണമല്ലോ. ഞാൻ ബോണിയോട് ചോദിക്കുക, ബോണിക്ക് ഈ സമ്പാദ്യങ്ങളോടുള്ള അപ്രോച്ച് എന്ന് വെച്ചാൽ ഉള്ളത് ഞാൻ ചോദിക്കുന്നത്. ബോണിക്ക് ഈ കുടുംബത്തിലെ ഭാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പനമ്മ. അപ്പോൾ ഈ വരുമാനത്തെ കുറിച്ചുള്ള ടെൻഷനൊക്കെ എങ്ങനെയാണ് ഞാൻ ചോദിച്ചെന്ന്. ചിലപ്പോൾ എനിക്ക് അതെങ്ങനെയാണ് കിടക്കുന്നതെന്ന് ചോദിക്കുകയായിരുന്നു. എനിക്കങ്ങനെ ഒരു വലിയ ടെൻഷനില്ല അച്ഛാ. ഒത്തിരി സമ്പാദ്യവും ഇല്ല, പക്ഷേ ഭാവിയെക്കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നില്ല. ചില സമയങ്ങളിൽ ചില ഞെരുക്കങ്ങൾ വരുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അത് നാച്ചുറല്ല, പിന്നെ മനുഷ്യരല്ല. അല്ലാതെ ഒരു ഇത് എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. വലിയ കാര്യമാണ് പോണി. അത് ഈ ഹഗായിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് വിതച്ച് കൊയ്തത് അല്പം മാത്രം. ഹഗായിയുടെ പുസ്തകത്തിൽ എല്ലാവരും ദശാംശം പറയുമ്പോൾ ഈ മലാക്കിയാണ് പറയുന്നത്. ഹഗായി പ്രത്യേകം പറയുന്നുണ്ട്, നീ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ഓടി വിതച്ചു, കൊയ്തത് അല്പമാണ്. ഇതും നീ പൊത്തിപ്പേർക്ക് സഞ്ചിയിലാക്കി കൊണ്ടുവന്നു, ഞാനത് ഊതി പറപ്പിച്ചു. എന്തെന്നാൽ കർത്താവിൻ്റെ ആലയം തകർന്നു കിടന്നപ്പോൾ നീ നിൻ്റെ ഭവനത്തെക്കുറിച്ച് വ്യഗ്രചിത്തനായി. അതാണ് പ്രശ്നം. നോക്കിക്കേ, അപ്പം ശരിക്കും പറഞ്ഞാൽ ശുശ്രൂഷകളെ മറന്നുള്ള വ്യഗ്രത ദൈവഹിതമല്ല. നിന്നെക്കുറിച്ച് വ്യഗ്രത ഉണ്ടാകാം, പക്ഷെ നീ ശുശ്രൂഷകളെ മറന്നിട്ടാവരുത്. കർത്താവിൻ്റെ ആലയം തകർന്നു കിടന്നപ്പോൾ ആ ശുശ്രൂഷകളുടെ നിൻ്റെ വീടും വേണ്ടി നമ്മുടെ വലിയൊരു ഭാരം നമ്മൾ അറിയാതെ സ്വരുക്കൂട്ടാൻ എല്ലാവർക്കും പറ്റുന്ന, അത് വസ്ത്രമാകാം, സ്വർണ്ണമാകാം, മുത്താകാം, സമ്പാദ്യമാകാം, എസ്റ്റേറ്റാകാം, സ്ഥലമാകാം. വരുമാന മാർഗങ്ങൾ എല്ലാം ഇന്ന് കർത്താവേ തൃക്കൈയിൽ അർപ്പിക്കുന്നു. നീ തരുമ്പം നിറയും. മലമേലെ ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൊരു സാക്ഷ്യം, എന്നെയും എൻ്റെ മക്കളെയും കാണുമ്പം ആളുകൾ പറയണം, കൊള്ളാം, ദൈവം നടത്തിയ വീട് മലമേലെ പണിതൊരു പട്ടണം പോലെ. ഈ വീടൊരു മലമേലെ പണിതെന്ന് പറയാൻ കാര്യം ഞങ്ങളുടെ വീടിൻ്റെ പേരും പ്രശസ്തിയും കുടുംബേരത്തിൽ അറിയണമെന്നല്ല. മലമേലെ പണിതൊരു പട്ടണത്തിന് മറിഞ്ഞിരിക്കാൻ പറ്റാത്തതുപോലെ ഞങ്ങളുടെ ഇടയിലുള്ള അപ്പം ആളുകൾക്കറിയാം, ചാക്കോച്ചനും ലീലാമേവി അവരിടയ്ക്ക് വഴക്കൊക്കെ പിടിക്കും കേട്ടോ, അതറിയാം. പക്ഷേ അവരുടെ സ്നേഹം സത്യമാണ്. അപ്പം മലമേലെ പണിത് ഒരു പട്ടണം പോലെ ഒരു സാക്ഷ്യ ജീവിതം, ഒരു വലിയൊരു സൂപ്പർ നാച്ചുറൽ ലൈഫല്ല. അവർക്കിടയിൽ കലഹമുണ്ടായാൽ അത് പരിഹരിക്കപ്പെടും. അവർ കർത്താവിൽ കൊണ്ടതിനെ കെട്ടിയിടും. ഇത് ജനം അറിയുന്നത് ഒരു സാക്ഷ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാകട്ടെ, ഒരു ജീവിത സാക്ഷ്യമുള്ള കുടുംബം ആയി തീരട്ടെ. മലമേലെ പണിത് ഒരു പട്ടണം പോലെ. നമുക്ക് ആദ്യത്തെ പരിപാടിയാലോ? ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിന്റെ വീട് പോലെ ശാന്തതയുടെയും സ്വസ്ഥതയുടെയും
ഇരിപ്പിടം ആകണേ എൻ്റെ വീട്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. നമ്മൾ തീരുമ്പം വിവാഹിതരായി കഴിഞ്ഞാൽ ഉടനെ സ്വഭാവം മാറുന്നവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വിവാഹിതരായാൽ ഉടൻ തന്നെ ഞാനൊന്നും അമ്മയെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ചില മക്കൾ വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വഭാവം മാറും. എന്നാൽ വന്നു കയറിയ പെങ്കൊച്ചാകട്ടെ, അവൾ തങ്കച്ച നിങ്ങൾ എന്നെ നോക്കുന്നത് പോലെ എന്നെ നാളെ ആളിലും നോക്കാമല്ലോ. ആ ഒരു മഹാമനസ്കത ഈ മക്കളിൽ, ഈ ബുദ്ധി, ഒരു ആവറേജ് ബുദ്ധിയുള്ള പെൺകുട്ടിക്ക് അറിയത്തില്ലേ, ബോണി എന്നെ നോക്കുന്ന പോലെ ഇപ്പോൾ എന്നോട് ഇച്ചിരി കരുതൽ കുറഞ്ഞാലും അമ്മച്ചി അച്ഛ എത്ര നാൾ നമ്മൾ നോക്കും അവരെ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാര്യ, അല്ലെങ്കിൽ കെട്ടിക്കഴിയുമ്പോൾ ഭർത്താവ് അവന് പിന്നെ ഒരു കാരണവശാലും ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുക നല്ല കാര്യം, അങ്ങനെ വേണം താനും. പക്ഷേ അവിടെ അവൻ്റെ ഉള്ളു വേണം കരുതൽ കുറയ്ക്കാതിരിക്കാം. കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ സ്വഭാവം മാറുന്നവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അനേകം അമ്മമാരുടെ അപ്പന്മാരുടെ കണ്ണീര് ഞാൻ കേട്ടു. വെച്ചാൽ അവനെ കല്യാണത്തിന് പോലും കല്യാണ ചെലവ് പോലും നടത്തിയത് ഞാനാച്ചാ. അവൻ വലിയ പോളിസി പറഞ്ഞു സ്ത്രീധനം ഒന്നും വേണ്ടെന്ന്, നല്ല കാര്യം. പക്ഷെ കല്യാണ ചെലവ് പോലും നടത്തിയത് ഞാനാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പം എനിക്ക് 3.5 ലക്ഷത്തിൻ്റെ ഒരു തടസ്സം വന്ന് എനിക്ക് ഈ മകൻ ഒരിക്കലും പിന്നെ എന്നെ നോക്കിയിട്ടില്ല. നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളിലെ ഈ ചരട് മുറിച്ച് കളയുന്നവർക്ക് വേണ്ടി ഭാര്യ മാത്രം, ഭർത്താവ് മാത്രം. ഭർത്താവാണ് വലുത്, ഭാര്യയാണ് വലുത്, പക്ഷേ മറ്റെല്ലാവരും നമുക്ക് വേണമല്ലോ. എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു. എന്നാൽ എൻ്റെ ഭാര്യ എൻ്റെ പ്രാണൻ പകുത്തു കൊടുക്കുന്നയാൾ. അങ്ങനെ ഒരു ഭംഗി വരാൻ വേണ്ടി ബന്ധങ്ങളെല്ലാം മിശിഹായുടെ നാമത്തിൽ ഏകോപിപ്പിക്കപ്പെട്ടെ. ത്രിത്വൈക ദൈവത്തിൻ്റെ, നമ്മുടെ കുടുംബ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം ഒരു കുടുംബമാണല്ലോ. അവർക്കിടയിൽ ഏറ്റക്കുറച്ചിലുകളില്ല, സ്ഥാനക്കയറ്റങ്ങളില്ല. പരസ്പരം ഒന്നൊന്നിനോട് ചേർന്ന്, പെരിക്കോറസിസ് എന്ന് പറയും ഗ്രീക്കിൽ, ഒന്നൊന്നിനോട് ചേർന്ന് ഒരാൾ വ്യക്തികളെ ആലിംഗനം ചെയ്ത് സ്നേഹത്തിൽ പുണർന്ന് ഒന്നിച്ച് ലയിച്ച് നിൽക്കുന്ന, എന്നാൽ മൂന്ന് വ്യക്തികളാണ്, വ്യക്തിത്വം ഉണ്ട് താനും. അങ്ങനെ ബന്ധങ്ങൾ നിലനിർത്താനും, ഭാര്യയെ ഭാര്യയുടെ സ്ഥാനത്ത് കൊടുത്ത് കാണാനും, മക്കളെ മക്കളുടെ സ്ഥാനത്ത്, അപ്പനെ അപ്പൻ്റെ സ്ഥാനത്ത്, എല്ലാ ബന്ധങ്ങളെയും തമ്മിൽ ഏകോപിപ്പിക്കണമേ. തകർന്നു കിടക്കുന്ന അനേകം കുടുംബ ബന്ധങ്ങളെ ഏകോപിപ്പിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തെ ക്രമപ്പെടുത്തുന്ന കർത്താവേ, ഈ പ്രാർത്ഥന ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിലും യഥാർത്ഥത്തിൽ അനേകം കുടുംബങ്ങളെ സ്വാധീനിക്കട്ടെ. ആമേൻ. ആമേൻ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായി മാറേണമേ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായി മാറേണമേ. ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിന്റെ വീടുപോലെ. ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിന്റെ വീടുപോലെ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമായി മാറേണമേ. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും